നമ്മുടെ ഈ ജോബ് സെർച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വലിയൊരു പരാതിയാണ് ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ചെറിയൊരു കാര്യം നമ്മുടെ സി വികളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ളൊരു റിസൾട്ട് അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സി വി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ ലോകത്തിന് ആദ്യമായി സമ്മാനിച്ചത് 1482 ലിയോനാർഡോ ലാവിഞ്ചി എന്നിട്ടുള്ള ഇറ്റലിക്കാരനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പെയിന്ററും സയന്റിസ്റ്റും എഞ്ചിനീയറും കൂടിയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം തൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ഇറ്റലിയുടെ റൂളറായിട്ടുള്ള ലുഡോവിക് ഫോഴ്സക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ഒരു ലെറ്ററിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചത് ഇന്ന് കാണുന്ന സി വികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കാരണം നമ്മൾ പാസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന പ്രയോറിറ്റി അല്ലാതെ അദ്ദേഹം വെച്ചത് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആ കമ്പനിയിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും, എന്തെല്ലാം ഡിസൈൻസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും, എന്തെല്ലാം യുദ്ധവിമാനങ്ങളിൽ എനിക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും എന്ന് തുടങ്ങി ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ റൂളർ അദ്ദേഹത്തിന് ജോലി കൊടുക്കുന്നുണ്ടായി. ഈ ഒരു ഹിസ്റ്ററിയുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ ജോലി നേടാൻ വരുമ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതോട് കൂടി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ആ കമ്പനിയിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് തുടങ്ങിയിട്ട് ആ കമ്പനിയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ട് ആ എംപ്ലോയിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു സി വി തയ്യാറാക്കി കഴിഞ്ഞാൽ, ആ സി വി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.